Now let's move on to the subject. At first, let's look what is project finance. Project finance is the term used to describe the financing of a particular legal entity whose cash flow and revenue are accepted by the lender as a source of fund from which the loan may be repaid. അതായത് പ്രോജക്റ്റ് ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണി ലെൻഡർ ഒരു പ്രോജക്റ്റിന് വേണ്ടി ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രോജക്റ്റ് ഫിനാൻസിങ് എന്ന് പറയുക. അദ്ദേഹം ചെയ്ത് ഇത്ര മാത്രമേ ഉള്ളൂ, അദ്ദേഹം ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു ലീഗൽ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആവാം, ഒരു കമ്പനി ആവാം, ഒരു ഓർഗനൈസേഷൻ ആവാം. അപ്പോൾ ഒരു ലീഗൽ എൻറ്റിറ്റിക്ക് ഒരു മണി ലെൻഡർ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. എന്ത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട്? അദ്ദേഹം ഈ കൊടുത്ത ലീഗൽ എൻറ്റിറ്റിക്ക് ഉണ്ടാകാൻ പോകുന്ന ക്യാഷ് ഫ്ലോസ് അല്ലെങ്കിൽ റവന്യൂ, അദ്ദേഹത്തിന് ഉണ്ടാകാൻ പോകുന്ന ഇൻകത്തിൽ നിന്നും അദ്ദേഹം എന്ത് റിക്കവർ ചെയ്തു കൊള്ളാവുന്ന ഈ കൊടുക്കുന്ന ഫിനാൻസ് അല്ലെങ്കിൽ ഒരു ലോൺ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ കൊടുക്കുന്ന ലോൺ ആ മേടിച്ച ആളിന് ഉണ്ടാകുന്ന ഇൻകത്തിൽ നിന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന റവന്യൂവിൽ നിന്നും റിക്കവർ ചെയ്യാം എന്ന ഉദ്ദേശത്തോടുകൂടി ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രോജക്റ്റ് ഫിനാൻസ് എന്ന് പറയുക. In other words, it can be defined as raising of funds to finance a capital investment project. ഒരു capital investment project, ഒരു huge capital investment ഉണ്ടാകുന്ന ഒരു പ്രോജക്റ്റിന് ആവശ്യമായ ഫണ്ട് റേസ് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രോജക്റ്റ് ഫിനാൻസ് എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. താഴെ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ വെച്ച് കുറച്ചുകൂടെ നമ്മൾ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഒരു മണി ലെൻഡർ ഒരു പ്രോജക്റ്റ് ലീഗൽ എൻറ്റിറ്റി നടത്തുന്ന ഒരു പ്രോജക്റ്റിനെ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ആ പ്രോജക്റ്റിന് ഉണ്ടാകുന്ന ക്യാഷ് ഫ്ലോസ് ആൻഡ് റവന്യൂ അത് യൂസ് ചെയ്തുകൊണ്ട് ലെൻഡർ തന്ന ഫിനാൻസിനെ റീപേയ്മെൻറ്റ് ചെയ്യുന്നു. ലെൻഡറിനുള്ള ഗ്യാരണ്ടി എന്താണ്? ഈ പ്രോജക്റ്റിനുള്ള അസറ്റ്സ് ആണ് ലെൻഡറിനുള്ള കൊലാട്രൽ സെക്യൂരിറ്റി എന്ന് പറയാം. അപ്പോൾ ഒരാൾ പ്രോജക്റ്റിന് പൈസ കൊടുക്കുമ്പോൾ അദ്ദേഹം എന്ത് കണ്ടുകൊണ്ടാണ് കൊടുക്കുന്നത്? ആ പ്രോജക്റ്റിന് ഉണ്ടാകുന്ന റവന്യൂവിൽ നിന്നും അദ്ദേഹം കൊടുത്ത പൈസ തിരിച്ചു കിട്ടും. ഇൻ കേസ് തിരിച്ചു കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനുള്ള സെക്യൂരിറ്റി ആ പ്രോജക്റ്റിന് ഹോൾഡ് ചെയ്തേക്കുന്ന അസറ്റ്സ് ആണ് ആ പ്രോജക്റ്റിനുള്ള സെക്യൂരിറ്റി. ഇതാണ് ഒരു പ്രോജക്റ്റ് ഫിനാൻസ് എന്ന് നമുക്ക് സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുക. അപ്പോൾ എന്താണ് ഒരു പ്രോജക്റ്റ് ഫിനാൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഡയഗ്രത്തിൻ്റെയും ഈ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ്റെയും ബേസിൽ നമുക്ക് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. Project finance does not confine to simply raising the investment needed for construction and procurement so on, but it also concentrates on different financings like pre-investment of project preparation expenses, carrying out cost of investment during implementation. Like it is a financing throughout the project from the beginning, like pre-investment stages. എന്താണ് നമ്മൾ പറയുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ഒരു പ്രോജക്റ്റിൻ്റെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ നടത്തിപ്പിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് പ്രൊവൈഡ് ചെയ്യുക മാത്രമല്ല പ്രോജക്റ്റ് ഫിനാൻസിങ് ചെയ്യുന്നത്. അതിൻ്റെ തുടക്കം ഫസ്റ്റ് ഐഡിയ പ്രോജക്റ്റിൻ്റെ ഐഡിയ ജനറേറ്റ് ചെയ്യാനുള്ള അതിൻ്റെ പ്രിപ്പറേഷൻ എക്സ്പെൻസസ് തുടങ്ങി അങ്ങേയറ്റം അതിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് ആവശ്യമുള്ള ഫണ്ട് വരെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഒരു പ്രോജക്റ്റ് ഫിനാൻസിങ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രോജക്റ്റ് ഫിനാൻസിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഫിനാൻസിങ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നാണ്. ഡിഫറെൻറ്റ് ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ആ പ്രീ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് പ്രോജക്റ്റ് പ്രിപ്പറേഷൻ എക്സ്പെൻസസ്. ഫസ്റ്റ് പ്രീ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റേജ് അല്ലെങ്കിൽ പ്രിലിമിനറി എക്സ്പെൻസസ് എന്ന് നമുക്ക് പറയാം. ഫസ്റ്റ് ആ ഒരു പ്രോജക്റ്റിൻ്റെ ഒരു പ്രോജക്റ്റ് പ്രിപ്പയർ ചെയ്യാനുണ്ടാവുന്ന എക്സ്പെൻസസ് ആ ഒരു സ്റ്റേജ് തൊട്ട് തന്നെ പ്രോജക്റ്റ് ഫിനാൻസിങ് ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വൺ ഇസ് ക്യാരിയിങ് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡ്യൂറിങ് ഇംപ്ലിമെൻറ്റേഷൻ. ആ പ്രോജക്റ്റ് വൺസ് പ്രിപ്പറേഷൻ കഴിഞ്ഞു അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ ഉള്ള സ്റ്റേജിലുള്ള ഉണ്ടാവുന്ന എക്സ്പെൻസസിനെ ഫിനാൻസ് ചെയ്യുന്നു. തേർഡ് വൺ ഇസ് സൂപ്പർവിഷൻ, ടെസ്റ്റ് റൺ ആൻഡ് അക്സെപ്റ്റൻസ് ഓഫ് പ്രോജക്റ്റ്. വൺസ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫംഗ്ഷനിങ്ങിനെ സൂപ്പർവൈസ് ചെയ്യുക, അതിൻ്റെ ടെസ്റ്റ് റൺ ചെയ്യുക, ഇതിനെല്ലാം ആവശ്യമായിട്ടുള്ള എക്സ്പെൻസസ് പ്രൊവൈഡ് ചെയ്യുക, ഇതിനെല്ലാം ആവശ്യമായിട്ടുള്ള ഫിനാൻസിങ് പ്രൊവൈഡ് ചെയ്യുക. And other financing activities like licensing, inspection and legal services required for startup, training of operating and management staff, hiring, relocation and housing of new project operating staff, support infrastructure required for road, electricity, power, water and rail connection, working capital and other expenses, etc. So a project financing includes all these activities of financing. അല്ലാതെ ഒരു പ്രോജക്റ്റ് ഫിനാൻസിംഗ് നമ്മൾ ആദ്യമേ എന്താണ് പ്രോജക്റ്റ് ഫിനാൻസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ലെൻഡർ
ഒരു പ്രോജക്റ്റിന് ആവശ്യമായുള്ള ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നാണ് അർത്ഥം. അല്ലാതെ ആ ബിസിനസ് ജസ്റ്റ് തുടങ്ങി അതിനാവശ്യമുള്ള ബിൽഡിംഗ് എല്ലാം കെട്ടി അത് നടത്തിപ്പിന് വേണ്ടി മാത്രമുള്ള ഫിനാൻസ് അല്ല, അത് പ്ലാൻ ചെയ്യുന്ന സ്റ്റേജ് തൊട്ട് അതിൻ്റെ നടത്തിപ്പ് അതിൻ്റെ ഫുൾ വർക്കിംഗ് ക്യാപിറ്റൽ എക്സ്പെൻസ് ഉൾപ്പെടെ അതിൻ്റെ എല്ലാ എക്സ്പെൻസും ഇൻക്ലൂഡ് ചെയ്യുന്ന ഫിനാൻസിങ് ആക്ടിവിറ്റിക്കാണ് നമ്മൾ പ്രോജക്റ്റ് ഫിനാൻസ് എന്ന് പറയുക. If so, what is the definition of project finance? A financing of a particular economic unit in which a lender is satisfied to look to the cash flows and earnings of that economic unit as the source of funds for which a loan will be repaid and the assets of that economic unit as collateral for the ലോൺ. പ്രോജക്റ്റ് ഫിനാൻസിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്? ഒരു മണി ലെൻഡർ ഒരു എക്കണോമിക് യൂണിറ്റിന് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. എന്ത് കണ്ടുകൊണ്ട്? ആ എക്കണോമിക് യൂണിറ്റിന് ഉണ്ടാകുന്ന ക്യാഷ് ഫ്ലോസും റവന്യൂസും റീപേയ്മെൻറ്റിനായിട്ടുള്ള സോഴ്സായി കണ്ടുകൊണ്ട് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നു. അത് മാത്രമല്ല ആ എക്കണോമിക് യൂണിറ്റിൻ്റെ അസറ്റ്സ് ഈ കൊടുക്കുന്ന ഫിനാൻസിന് ഒരു കൊലാട്രൽ സെക്യൂരിറ്റി ആയി കണ്ടുകൊണ്ട് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രോജക്റ്റ് ഫിനാൻസ് എന്ന് പറയുക. Next we are going to learn what is a project. A project is a plan involving huge cost and time. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന കാര്യമാണ് പ്രോജക്റ്റ്. ഒരുപാട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ ഒരു നിശ്ചിതമായ സമയം നമ്മൾ അതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടാകും. അപ്പോൾ നമ്മളൊരു പ്രോജക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോജക്റ്റ് ഇസ് എ പ്ലാൻ, ഒരു ഫ്യൂച്ചറിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം. എ പ്ലാൻ വിച്ച് ഇൻക്ലൂഡ്സ് ഹ്യൂജ് കോസ്റ്റ് ആൻഡ് ടൈം. ഒരുപാട് ഫണ്ടും ഒരുപാട് സമയവും ആവശ്യമാവുന്ന ഫ്യൂച്ചറിലേക്കൊരു പ്ലാനിനെയാണ് നമ്മൾ ഒരു പ്രോജക്റ്റ് എന്ന് പറയുക. It is accomplished by performing a set of activities which are unique and non-routine. ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് നമ്മൾ എക്സാമ്പിൾ വൈസ് പറയുകയാണെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ അതിനൊരു സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ടാവും അല്ലേ. കൺസ്ട്രക്ഷൻ, നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുക? ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ഫൗണ്ടേഷൻ പണിയും, പിന്നീട് ഫൗണ്ടേഷൻ കുഴിച്ചതിന് ശേഷം ഫൗണ്ടേഷൻ്റെ കല്ലുകൊണ്ട് കെട്ടും, അതിനുശേഷം അതിൻ്റെ മുകളിലെ ഓരോരോ സ്റ്റേജ് ഓരോരോ ആക്ടിവിറ്റീസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോ ആക്ടിവിറ്റീസിനും അതിൻ്റെ യുണീക്നെസ്സും, അത് ഓരോ ആക്ടിവിറ്റി നമ്മൾ ഒരിക്കലും ഒരു പ്രോജക്റ്റിൻ്റെ ഒരു ആക്ടിവിറ്റി നമ്മൾ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യില്ല. ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിൻ്റെ അകത്ത് ഫൗണ്ടേഷൻ നമ്മൾ ഒരിക്കൽ കുഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഒരു പ്രോജക്റ്റിൻ്റെ ഒരു സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ആണ്. ഈ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് എങ്ങനെയുള്ളതാണ്? ഇറ്റ് ഈസ് നോൺ റുട്ടീൻ ആൻഡ് നോൺ റിപ്പറ്റേറ്റീവ്. നമ്മൾ ഒരിക്കൽ ഒരു ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ പിന്നീട് റിപ്പീറ്റ് ചെയ്യേണ്ടി വേണ്ട. അങ്ങനെ ഒരു സെറ്റ് ഓഫ് ആക്ടിവിറ്റീസിൻ്റെ ഒരു അക്കോംപ്ലിഷ്മെൻ്റ് ആണ് പ്രോജക്റ്റ് എന്ന് പറയാം. A project is a specific activity on which money is spent in the expectation of return. നമ്മൾ ആദ്യമേ പറഞ്ഞ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റും ടൈമും ഉള്ളതാണ്, ഒരു സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ഉള്ളതാണ്. അപ്പോൾ ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, ഒരുപാട് നമ്മളെ പൈസ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് എന്ത് പ്രതീക്ഷിച്ചുകൊണ്ടാണ്? ഫ്യൂച്ചറിൽ നമുക്ക് ഇതിൽ നിന്നും ഒരു റിട്ടേൺ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ്, ഒരു സെറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഒരു പ്രോജക്റ്റ്. അപ്പോൾ ഒരു പ്രോജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ a project is a specific activity on which money is spent in the expectation of return. നമുക്ക് പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ റിട്ടേൺ കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി നമ്മളൊരു ഹ്യൂജ് ഫണ്ടും ഹ്യൂജ് ടൈമും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഒരു പ്രോജക്റ്റ് എന്ന് പറയുക. In each project there is a specific starting point, specific ending point and is intended to achieve a specific objective. എല്ലാ പ്രോജക്റ്റിൻ്റെ കേസിലും ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും ഉണ്ടാകും. സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മളൊരു മിഷനെ മുമ്പിൽ കണ്ടുകൊണ്ട് നമ്മളൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. എപ്പോൾ ആ മിഷൻ അച്ചീവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സിന് മുമ്പിൽ കണ്ടുകൊണ്ട് നമ്മളൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു, എപ്പോൾ ആ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നു അതാണ് അതിൻ്റെ എൻഡിങ് പോയിന്റ്. അല്ലാതെ ഒരു ഇൻഡെഫിനിറ്റ് പീരീഡിലേക്കുള്ളതല്ല ഒരു പ്രോജക്റ്റ്. ഒരു പ്രോജക്റ്റ് പറയുമ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാവും, എൻഡിങ് പോയിന്റ് ഉണ്ടാവും, സ്പെസിഫിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സും ഉണ്ടാവും. എവറി പ്രോജക്റ്റ് കംപ്രൈസസ് ഓഫ് 3 ബേസിക് ആട്രിബ്യൂട്ട്സ്: വാട്ട് പ്രോജക്റ്റ് വിൽ കൺസ്യൂം, വാട്ട് പ്രോജക്റ്റ് വിൽ ജനറേറ്റ്, ദ സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് വാട്ട് പ്രോജക്റ്റ് വിൽ കൺസ്യൂം എന്ന് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് പ്രോജക്റ്റിനുള്ള ഇൻപുട്സ്, എന്തൊക്കെ റിസോഴ്സസ് യൂസ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ഹ്യൂമൻ റിസോഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, നോൺ ഹ്യൂമൻ റിസോഴ്സ് ഏതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ്ലി വാട്ട് പ്രോജക്റ്റ് വിൽ ജനറേറ്റ്, എന്താണ് ആ പ്രോജക്റ്റിൻ്റെ ഔട്ട്പുട്ട്. Thirdly,
the social cost benefit characteristics, അതായത് ഈ ഒരു പ്രോജക്റ്റ് കൊണ്ട് സൊസൈറ്റിക്ക് എന്തൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നുണ്ട്, സൊസൈറ്റിക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാകുന്നുണ്ട്, ഈ 3 ആട്രിബ്യൂട്ട്സും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത്. കുറച്ച് റിസോഴ്സസിനെ, ഹ്യൂമൻ ആൻഡ് നോൺ ഹ്യൂമൻ റിസോഴ്സിനെ കൺസ്യൂം ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് നമുക്കൊരു ബെനിഫിറ്റ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം സൊസൈറ്റിക്ക് കുറച്ച് സാക്രിഫൈസും ഉണ്ടാവുന്നുണ്ടെന്നാലും അറ്റ് ദ സെയിം ടൈം സൊസൈറ്റിക്ക് ബെനിഫിറ്റ്സും ഉണ്ടാവണം. ഇത് ഈ 3 ആട്രിബ്യൂട്ട്സും കൂടെ ചേർന്നാൽ മാത്രമേ ഒരു പെർഫെക്റ്റ് പ്രോജക്റ്റ് ആവുകയുള്ളൂ. നെക്സ്റ്റ്, ഹൗ ക്യാൻ വി ഡിഫൈൻ എ പ്രോജക്റ്റ്? എ പ്രോജക്റ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ഓർഗനൈസ്ഡ് പ്രോഗ്രാം ഓഫ് predetermined group of activities that are non-routine in nature and should be completed using the available resources within the given time limit. ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഒരു നേരത്തെ നമ്മൾ തീരുമാനിച്ചു വെച്ചേക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ്, നോൺ റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സിനെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അവൈലബിൾ ആയുള്ള ടൈമിനുള്ളിൽ ചെയ്യുന്ന ഒരു പ്രോഗ്രാമിനെയാണ് നമ്മൾ പ്രോജക്റ്റ് എന്ന് പറയുക. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയുള്ള റിസോഴ്സിനെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയ ടൈമിനുള്ളിൽ നമ്മൾ തീരുമാനിച്ചിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് ആക്ടിവിറ്റീസിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്നതിനാണ് നമ്മളൊരു പ്രോജക്റ്റ് എന്ന പേരിൽ അറിയപ്പെടുക. According to Harrison, a project can be defined as a non-routine, non-repetitive one of undertaking normally with discrete time, financial and technical performance goals. നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത ഡെഫിനിഷൻ പോലെ തന്നെയാണ്, മറ്റൊരു രീതിയിൽ പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരു സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ്, നോൺ റിപ്പറ്റേറ്റീവ് നോൺ റിട്ടീൻ ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡിസ്ക്രീറ്റ് ടൈമിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ്, ഫിനാൻഷ്യൽ റിസോഴ്സസ്, ടെക്നിക്കൽ റിസോഴ്സസ്, ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈമിനുള്ളിൽ ചെയ്ത് തീർക്കുന്ന ഒരു പ്രോഗ്രാമിനെയാണ് നമ്മളൊരു പ്രോജക്റ്റ് എന്ന് പറയുക.